അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് പ്രധാന താരങ്ങൾ, കുറച്ച് അറിയപ്പെടുന്ന താരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും ഇപ്പോൾ ഈ പ്രസ് മീറ്റിനാണെങ്കിലും കണ്ടില്ല. എന്തുകൊണ്ട് അവരെ അറിയിച്ചിരുന്നോ ഒരു ഇതിനോട്? എല്ലാവരും ഒരേ സിനിമയുടെ തിരക്കിലാണ്. എല്ലാവർക്കും ഇതിനകത്ത് ആശംസകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെയൊക്കെ നമ്മളിപ്പോൾ നമുക്ക് ഞങ്ങളിപ്പോൾ ഈ കടയിൽ സാധാരണ ഒരു അവാർഡ് കിട്ടുന്ന ഒരു പടം തിയേറ്ററിലേക്ക് വളരെ അപൂർവമായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഒരു ചേച്ചിയുണ്ട് ഇതിനകത്ത്. ഇത്രയും ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നു. അതിനൊപ്പരാണ് ശരിക്കും ഈ സുധീർ കരമനയ്ക്കോ അല്ലെങ്കിൽ ദിനേശ് മണിക്കർക്കോ അലിയാസ് ബക്കറിനൊക്കെ ഒന്നും നമ്മുടെ ഈ പടത്തിൽ അവർക്ക് അവരുടെ കഥാപാത്രം മനോഹരമായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനും അപ്പുറത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ഇപ്പൊ തന്നെയാണ്. ഈ ഒരു അവാർഡ് കിട്ടിയ പടം തിയേറ്ററിലേക്ക് ഒരു തന്നെയാണോ, അത് നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ചെയ്തൊരു ഇതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ അവരെയൊക്കെ അറിയിച്ചിരുന്നു. അവരെയൊക്കെ തിരക്കിലാണ്. അറിയാലോ, കൊച്ചു പടങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മത്സരത്തിന്റെ പടങ്ങൾക്ക് ഒരു കൊമേഴ്സ്യൽ വാല്യൂവിന്റെ ഒരു പ്രധാനമുണ്ട്. അസമയത്ത് വേറൊരു കൊമേഴ്സ്യൽ പടം ആണെങ്കിൽ ചിലപ്പോൾ അവരെ ഇല്ല ഇവിടെ അതൊക്കെ സ്വാഭാവികമാണ്. ഇത് പടത്തിന്റെ ഒരു പ്രാധാന്യം അനുസരിച്ചിരിക്കും ആൾക്കാർ വരുന്നത്. കൊമേഴ്സ്യൽ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള പടങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞാനുൾപ്പെടെ താമസിച്ചു വന്നത് അല്ല, ഇത് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഞാൻ വർക്കിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ടൈമിങ് കീപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളത് മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ വന്നേനെ. അതൊക്കെ അത് കൊമേഴ്സ്യൽ അല്ല. കുറച്ചുകൂടെ ഞങ്ങൾ അതായത് ഒരുപാട് പെയിൻ എടുത്ത് ചെയ്ത ഇതാണ്. കാരണം ആരും പൈസ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് നല്ല രീതിയിൽ വരണം എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം ചെയ്തതാണ്. പക്ഷെ ഞാനിത് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര നല്ല രസമുണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട്, അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ടാണ് എല്ലാവരും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഓരോരുത്തർക്കും ഒരാൾ ഷൂട്ടിംഗ് ഉണ്ട്, അവർക്കെല്ലാം അങ്ങനെ ഒരു തിരക്കുള്ളത് കാരണമാണ് വരാറ്. അല്ലേ ഉറപ്പായിട്ടും വന്നിട്ടില്ല. എല്ലാവരും വന്നേ. അതേപോലെ രാജേഷ് ഗോപാലിന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഉടനീളമുള്ള കഥാപാത്രമാണ്. പക്ഷെ ഒരു ഡയലോഗ് പോലും ഇല്ലെന്നുള്ളതാണ്. ഈ കണ്ട അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് പ്രകൃതിയായിട്ട് പക്ഷികളെ കണ്ടുകൊണ്ടിരിക്കുക, പക്ഷികളുടെ ഈ സസ്യങ്ങളുടെ സംഗീതം, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അല്ല അദ്ദേഹം ഒരു വാക്ക് പോലും ഈ സിനിമ സംസാരിക്കുന്നില്ല. മോക്ക് പോലും ഈ സിനിമയിലാണ് 2 ഡയലോഗുകൾ 3 ഡയലോഗുകൾ. അവള് അത്രേ ഉള്ളൂ ഡയലോഗ്. ബാക്കി മുഴുവനും നമ്മളെ മ്യൂസിക്കിലും ഇതിലൊക്കെയാണ് പോകുന്നത്. ദിനേശ് ചേട്ടനൊക്കെ ആയാലും ദിനേശ് ചേട്ടനൊക്കെ രമ്യയായിട്ടൊക്കെ നല്ല വേഷമാണ് ചെയ്തത്. അതേപോലെ തന്നെ സുധീർ കരമനി നല്ല വേഷമാണ് അധ്യാപകന്റെ വേഷം ചെയ്തിരുന്നത്. അപ്പൊ ഈ സുധീർ കരമനായുടെ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് ഈ കുട്ടികൾക്കാണ് ചെയ്തത്. അവരെഴുതുന്ന കഥയിലൂടെയാണ് ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെന്ന് പോലും പുറലോകം അറിയുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു കുറച്ച് കാഴ്ചപ്പാടി സിനിമകളുണ്ട്. അപ്പൊ അവരൊക്കെ പക്ഷേ ഇപ്പൊ ശാവേട്ടനൊക്കെ പോലുള്ള അറിയാലോ, അവരൊക്കെ വിളിച്ചിരുന്ന എല്ലാവരും വരും. പക്ഷെ എന്നാലും അതിന് അപ്പുറത്തേക്ക് ഈ പടം രാവിലെ വിളിച്ചു, ഇന്നെത്താൻ പറ്റില്ല. പക്ഷെ എല്ലാവരും നമ്മളോട് വർക്ക് ചെയ്തിരുന്നു. അവർക്കെല്ലാം ഇറങ്ങാനുള്ള ആശംസയും എല്ലാവരും ഉണ്ട്. ഇന്നത്തെ അവരുടെ പ്രസൻസ് ഇല്ലാന്ന് വെച്ചോണ്ട് ഇതൊന്നുമില്ല. നമുക്കിത് നന്നായിട്ട് നിങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇനി ആരും പ്രസന്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. നന്നായ രീതിയിൽ നമുക്ക് നാളത്തേക്ക് ഇതൊരു മെസ്സേജാണ്. സത്യത്തിലൊരു സാമ്പത്തിക മോഹിച്ചിട്ട് ചെയ്ത വർക്കല്ല ഇരിക്കുന്ന ആരും തന്നെ. പൈസ എന്ന് പറയുന്ന സാധനത്തിന് ആരും വേണ്ടാന്നല്ല, വളരെ തുച്ഛമായ പൈസ വെച്ചിട്ട് എല്ലാവരും നന്നായി ചെയ്തിരിക്കുന്ന ഒരു പടം. അതിൽ ആർട്ടിസ്റ്റുകളും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അമല ഹോസ്പിറ്റലിലെ ഫാദർ ജെയ്സ് എന്ന് പറയും. ഞാൻ ഈ ഒരു 38 സെന്റിമീറ്റർ മുടി നീട്ടിയാണ് വളർത്തി ക്യാൻസർ പേഷ്യന്റിന് 2 കൊല്ലം മുമ്പ് വെട്ടിക്കൊടുത്തതാണ്. അങ്ങനെയാണ് ഞാൻ അച്ഛനുമായിട്ടൊരു സൗഹൃദം. അപ്പൊ ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പറയുമ്പോൾ 4 ദിവസം 5 ദിവസം ആ ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് നടക്കും. ഒരു ആശുപത്രി ഷൂട്ട് ചെയ്യണം നമുക്ക് 3-4 ലക്ഷം രൂപ എടുത്താൽ കിട്ടില്ല. അപ്പൊ അത്രയും അവിടെ നമ്മളിപ്പം നമ്മളെ ലോഞ്ചിനാണെങ്കിലും ഓഡിയോയിലും ഒക്കെ അവർ ഫ്രീ ആയിട്ട് ഓഡിറ്റോറിയം തരികയും അവരുടെ എല്ലാവരുടെ സഹകരണങ്ങളും അവരുടെ മെഷീനറീസും അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് തന്നു. ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് മീറ്റിംഗ് വെച്ചു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു സഹകരണം ഉണ്ടായി. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ രോഗമായതുകൊണ്ട് ഒത്തിരി ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇതൊരു മെസ്സേജ് ആയിട്ട് നമ്മളിത് പറയുമ്പോൾ ഒത്തിരി ആളുകൾ കാണാനും പലരും ഇതിലേക്ക് വരാനും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതൊരു അവാർഡ് കിട്ടിയ പടമായിട്ട് തള്ളിക്കളയരുത്. അവാർഡുകൾ കുറെ കിട്ടണം ഇനിയും. പക്ഷെ എല്ലാവരും ഇത് ഉൾക്കൊള്ളണം. എല്ലാവരിലേക്കും നിങ്ങളുടേതായ ഒരു ഓൺലൈൻ മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പടം ഒരു ഷോ കൊണ്ട് വീഴ്ത്താനും പറ്റും, കുറെ ഷോ ഓടിക്കാനും പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് നുണയൊന്നും പറയണ്ട, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ഭാവിയുടെ തലമുറയിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈകോർക്കണം.
എല്ലാവരും ഇത് സഹകരിക്കണം